ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 4 വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഒരിക്കൽ ഒരു പ്രശസ്ത പ്രഭാഷകൻ ഒരു സെമിനാറിന് തുടക്കം കുറിച്ചത് $20 ഒരു നോട്ട് ഉയർത്തിപ്പിടിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ 200 പേരുടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി. അദ്ദേഹം ചോദിച്ചു, ആർക്കാണ് ഈ $20 നോട്ട് വേണ്ടത്? 200 കൈകളും ഉയർന്നു. അയാൾ പറഞ്ഞു, ഈ $20 ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് നൽകുവാൻ പോവുകയാണ്. പക്ഷേ ആദ്യം ഞാനിത് ചെയ്യട്ടെ. അയാളത് ചുരുട്ടി. പിന്നെയും ചോദിച്ചു, ആർക്കാണ് ഇപ്പോഴും ഈ നോട്ട് വേണ്ടത്? 200 കൈകളും അപ്പോഴും ഉയർന്നു തന്നെ കിടന്നു. ശരി, അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്താലോ? എന്നിട്ട് അയാൾ ആ നോട്ട് നിലത്തിട്ട് ചെരുപ്പ് കൊണ്ട് അതിൽ ചവിട്ടി. അയാൾ അത് വീണ്ടും എടുത്ത് ജനക്കൂട്ടത്തെ കാണിച്ചു. ആ നോട്ട് മുഴുവനും ചുളിഞ്ഞതും വൃത്തികെട്ടതുമായിരുന്നു. ഇനി ആർക്കാണ് ഈ നോട്ട് വേണ്ടത്? എല്ലാ കൈകളും അപ്പോഴും ഉയർന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കാണിച്ചു തന്നു. ഞാൻ പണത്തിന് എന്ത് ചെയ്താലും അതിൻ്റെ മൂല്യം കുറയാത്തതിനാൽ നിങ്ങളിപ്പോഴും ഇത് ആഗ്രഹിച്ചു. അതിനിപ്പോഴും $20 വിലയുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതവണ ജീവിതം നമ്മെ തകർത്ത് ചെളിയിൽ ഇടുന്നു. നമ്മൾ മോശം തീരുമാനങ്ങൾ എടുക്കുകയോ മോശം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നു. നമുക്കത് വിലയില്ലാത്തതായി തോന്നുന്നു. എന്നാൽ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിക്കുമെന്നാലും നമ്മുടെ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മൾ പ്രത്യേകതയുള്ളവരാണ്. അത് ഒരിക്കലും മറക്കരുത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ വിശേഷതയുള്ളവരായി അവിടുന്ന് സൃഷ്ടിച്ചിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം യാതൊന്നിനും വിലയില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ച് പോയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വിലയുള്ളവരാണെന്ന് മനസ്സിലാക്കി, കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ജീവിതം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.